നമ്മുടെ ഇരുമ്പുളി മരത്തിൽ ധാരാളം ഇരുമ്പുളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം കുറവാണ്, താഴ്ഭാഗത്തൊക്കെ കുറേ എണ്ണം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കൂടുതലുള്ളത് മോൾ ഭാഗത്തോട്ടാണ്. അപ്പോൾ മൂപ്പായതൊക്കെ അച്ചാറിടാൻ വേണ്ടി ഇന്ന് പറിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. താഴെയുള്ളത് ഏകദേശം മൂപ്പായി വരുന്നതേ ഉള്ളൂ. ഇതിന് കുറച്ച് പുളി കുറവായിരിക്കും. അപ്പം ബിയു ഐസമോളൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊന്ന് പറിച്ചു കൊടുക്കാം. ഇതിന് പുളി കുറവായിരിക്കും. താഴെ നമ്മൾ കുറച്ച് ഇതിൻ്റെ പറിക്കുള്ളൂ. ഈ പുളി കുറവാണ്. പുളി കുറവായതുകൊണ്ടാണ് ഇവർക്ക് കഴിക്കാൻ കഴിയുന്നത്. മൂപ്പായതിനനുസരിച്ച് ഇതിന് പുളി കൂടി വരും. ഈ പറിക്കുന്നതൊക്കെ ഏകദേശം മൂപ്പായതാണ്. ഈ ഒരു കണ്ടീഷനിൽ എത്തണം നമുക്ക് നല്ല മൂപ്പായി കിട്ടണമെങ്കിൽ. ഇരുമ്പുളിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഈ പുളി കാരണമാണ് എല്ലാവരും ഇത് മടിക്കുന്നത് കഴിക്കാൻ. പക്ഷേ ഇത് ഉപയോഗിച്ച് അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഇരുമ്പിൻ്റെ സത്തൊക്കെ കൂടുതൽ ഇരുമ്പുളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറിച്ചെടുക്കാം. ചെറുവിലായിട്ട് തന്നെയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. നമ്മൾ താഴെ കൊട്ടയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കായൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. ഇതിൽ മൂത്ത് കഴിഞ്ഞാൽ ഇത് പഴുത്തു പോകും. പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാനൊക്കെ ബുദ്ധിമുട്ടാണ്, അലിഞ്ഞു പോകും അച്ചാറിട്ടാൽ ഉപ്പിലിട്ടാലൊക്കെ. അത് ഈ ഒരു കണ്ടീഷനിലാണ് ഇത് പറിച്ചെടുക്കേണ്ടത്. ഇതിന് അങ്ങോട്ട് കഴിഞ്ഞാൽ പഴുത്തു പോകും. പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ മറ്റു ഉപയോഗങ്ങൾക്കൊന്നും പറ്റില്ല, അച്ചാറിടാനൊന്നും പറ്റില്ല. ഇരുമ്പുളി കായ്ക്കുന്നത് ഏകദേശം വേനൽമഴ കിട്ടിയ ഉടനെ തന്നെയാണ്. വേനൽമഴ കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടായി മഴയ്ക്ക് മുന്നായിട്ട് തന്നെ ഇരുമ്പുളി ചെടികളുണ്ടാവും. ഏകദേശം മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇരുമ്പുളിയെല്ലാം മാക്സിമം പാകമായി കഴിയും. അപ്പോൾ ഏപ്രിൽ മാസമാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നത്. ഏപ്രിൽ മെയ്യോട് കൂടി തന്നെ ഇരുമ്പുളി നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം കായ്ച്ചു കഴിയും. എല്ലാ വർഷവും താഴെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ വർഷം മുകൾ ഭാഗത്താണ് കൂടുതലുള്ളത്. നല്ല റെഡ് നിറത്തിലുള്ള പൂക്കളാണ് താഴെ. ഇവിടെ മുകൾ ഭാഗത്തൊക്കെ ഏകദേശം പൂക്കൾ പിടിച്ചിട്ടുണ്ട്. താഴെയുള്ളതിലേക്കാണ് കൂടുതൽ പൂക്കളൊക്കെ മുകളിലായിട്ടാണ് ഇപ്രാവശ്യം ഉള്ളത്. ഇതൊക്കെ ഏകദേശം പാകമായതാണ്. 2-3 തവണയായിട്ടാണ് ഇപ്രാവശ്യം പിടിച്ചു കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതുമുണ്ട്, അതിനനുസരിച്ച് വലുതുമുണ്ട്. കയറുമ്പോഴൊക്കെ ചെറുത് കൊഴിയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അതൊക്കെ പറിച്ചെടുക്കാനായിട്ട്. ഈ ഭാഗത്തോട്ടൊക്കെ നല്ല കൊലയായിട്ട് തന്നെ ഉണ്ട്. ഈ കണ്ണൊക്കെ നല്ല വലുപ്പത്തിലുള്ളതാണ്. ഇതൊക്കെ നല്ല പാകമായ ഇരുമ്പുപൊടിയാണ്. ഇത് 2 കൊലയാണ്. 2 കൊല മൊത്തമായിട്ട് പറിച്ചെടുത്താണ്. ഏകദേശം നല്ല മൂപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് നിറം വരും. ഇതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം പഴുത്ത് തുടങ്ങും. ഈ ഒരു കണ്ടീഷനിലെങ്കിൽ നമ്മൾ അച്ചാറിടാനൊക്കെ പറിച്ചെടുക്കണം. ഇതൊക്കെ ഉണക്കിയിട്ടും അതുപോലെ തന്നെ ഉണക്കാതെ 2 രീതിയിൽ അച്ചാറിടും. ഉണക്കിയിട്ട് അച്ചാറിട്ടാൽ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ സാധിക്കും. നമ്മൾ ആവശ്യത്തിന് എടുത്ത് അച്ചാറിട്ടാൽ മതി ഉണക്കി വെച്ച് കഴിഞ്ഞാലൊക്കെ. അല്ലെങ്കിൽ വേറെ പച്ചയും അരിഞ്ഞിട്ട് അച്ചാറിടാം. ഉപ്പിലിടാനും അച്ചാറിടാനും പാകമായ ഇത്രയും ഇരുമ്പുപൊടികളാണ് ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളത്.